സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബാധിക്കും? ഞങ്ങൾക്ക് അരി വിറ്റാനേ പൈസ കിട്ടുള്ളൂ. അരി ഇല്ലാഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പട്ടിണിയാവും. അവിടെ വിഷയം ഒരു ഭാഗത്ത് കാർഡ് ഉടമകളുടെ വിഷയം, ഒരു ഭാഗത്ത് റേഷൻ വ്യാപാരിയുടെ വിഷയം, ഒരു ഭാഗത്ത് കരാറുകാരുടെ വിഷയം. ഇവിടെ കരാറുകാർക്ക് യഥാസമയം പണം കിട്ടാത്തത് മൂലം അവർ 4 മാസത്തെ പണം കിട്ടാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് സമരത്തിലാണ്. ഇടയ്ക്കിടെ തൊഴിലാളികൾ ആവശ്യമില്ലാതെ അനാവശ്യ സമരം നടത്തുന്നു, ലോറിക്കാർ സമരം നടത്തുന്നു. ഇതുകൊണ്ട് റേഷൻ മുടങ്ങുന്നു. ഈ റേഷൻ മുടങ്ങിയാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, വ്യാപാരികൾ ബുദ്ധിമുട്ടുന്നു. എങ്ങനെ വ്യാപാരികൾ ഞങ്ങൾക്ക് അരി വിറ്റാലേ ഞങ്ങളെ സംബന്ധിച്ചോളം കമ്മീഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിത മാർഗമാണ്. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് 6ാമത്തെ പ്രാവശ്യമാണ് കരാറുകാരുടെ സമരം. ഇതുപോലുള്ള സമരങ്ങൾ നടക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇടപെടണം. നമുക്കതാ പറയാനുള്ളത്. കാരണം ഭക്ഷ്യവകുപ്പിന് ആവശ്യത്തിന് പണം അനുവദിച്ചിട്ടില്ല എങ്കിൽ കരാറുകാരന് പൈസ കൊടുക്കാൻ കഴിയില്ല. കരാറുകാരൻ സിവിൽ സപ്ലൈസിന് കിട്ടിയ പൈസ തന്നെ അവരും വക മാറ്റി ചെലവാക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട്. മുഴുവൻ കൊടുത്താൽ ധനവകുപ്പ് അനുവദിക്കുന്ന പണം മുഴുവനും കരാറുകാർക്ക് അനുവദിക്കുന്ന പണം മുഴുവൻ കിട്ടുന്നില്ല എന്ന് കരാറുകാരുടെ പരാതിയുണ്ട്. എന്താണ് വിഷയം? ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് അടിയന്തരമായി പഠിച്ച് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കാണണം. ഈ റേഷൻ മേഖലയിലെ ഈ അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരം കാണണം. കഴിഞ്ഞ കുറേ വർഷങ്ങൾ 1.5 വർഷമായി ഈ സമരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. ഇതിനെ അവസാനിപ്പിച്ച് റേഷൻ മേഖല ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്കുള്ളതാണ്, 95 ലക്ഷം കുടുംബങ്ങളുടേതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ മുഖ്യമന്ത്രി ഇടപെടണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്.